ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വചന സുവിശേഷ ഭാഗങ്ങൾ നമ്മളോട് പറഞ്ഞു വെക്കുക, ദൃശ്യമായ ശക്തി അദൃശ്യമായ വിശ്വാസത്തിലൂടെ നിനക്ക് കൈവരുമെന്നതാണ്. ഇന്നത്തെ ഒന്നാം വായനയിലാണ് നാം കാണുക. വിശ്വാസത്തിൻ്റെ അതിശക്തമായ ഇടപെടൽ നമ്മൾ കാണുന്നുണ്ട്. ആജ്ഞരഥം വന്നു തക്ഷണം ഏലിയ സ്വർഗത്തിലേക്ക് ഉയർന്നു പോകുന്നുണ്ട്. ആ ഉയർന്നു പോകുന്നതിന് മുൻപ് നടക്കുന്ന ഒരു സംഭാഷണം ഇപ്രകാരമാണ്. എലീശ പറയുന്നുണ്ട്, അങ്ങേ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് ലഭിക്കട്ടെ. പക്ഷേ ഏലിയ തിരിച്ചു പറയുന്നുണ്ട്, ഇത് ദുഷ്കരമായ കാര്യമാണ്. എങ്കിലും ഞാൻ എടുക്കപ്പെടുന്നത് നീ കാണുകയാണെങ്കിൽ അത് നിനക്ക് ലഭിക്കും. വിശ്വാസത്തോടുകൂടെ നീ എന്തിനെ കാണുന്നുവോ അതിൽ ദൈവത്തിൻ്റെ ഇടപെടൽ നീ കാണുകയാണെങ്കിൽ നിനക്ക് ലഭിക്കാനായിട്ട് പോകുന്നത് ഏറ്റവും അദൃശ്യമായ ദൈവത്തിൻ്റെ ശക്തിയാണ് നിന്നിലേക്ക് പ്രവഹിക്കുക. അതും ചോദിക്കുന്നത്, അങ്ങേ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് തരിക. സ്വർഗത്തിലേക്ക് ഉയർന്നു പോകുമ്പോൾ ഏലിയായിൽ നിന്നും മേലങ്കി കിട്ടുന്നുണ്ട്. വിശുദ്ധമായ ജീവിതം നയിച്ചവൻ്റെ മേലങ്കിക്ക് പോലും എത്ര വലിയ കരുത്താണെന്ന് ഇന്നത്തെ വചനത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ വെള്ളത്തിൻ്റെ മേലടിച്ചപ്പോൾ വെള്ളം ഇരുവശത്തേക്കും മാറിയെന്നാണ് പറഞ്ഞു വെക്കുക. വചനം വായിക്കുമ്പോഴാണ് നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. പത്രോസ് നടന്നു പോകുമ്പോൾ അവൻ്റെ നിഴൽ വീണാലെങ്കിലും സൗഖ്യം പ്രാപിക്കുമെന്ന് കരുതി ജനക്കൂട്ടം വന്ന് ചേരുന്നുണ്ട്. കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ തൊട്ടുകൊണ്ട് സൗഖ്യം പ്രാപിക്കുമെന്ന് കരുതിയിരുന്ന ഒരു രക്തസ്രാവക്കാരി സ്ത്രീയുണ്ട്. വിശുദ്ധി ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവർ സൂക്ഷിക്കുന്ന അവരുടേതെല്ലാം വിശുദ്ധമായി മാറുകയാണ്. തിരുശേഷിപ്പുകൾ നമ്മൾ എത്ര ഭക്തിയോടുകൂടെയാണ് നമ്മുടെ ഉള്ളിലേക്ക് ചേർത്ത് വെക്കുന്നത് കൂടെ നമ്മൾ ചിന്തിച്ചോണം. ഇവിടെയാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പ്രസക്തി. നിന്റെ രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. മറ്റുള്ളവരുടെ പ്രശംസ ലഭിക്കുവാനായിട്ട് നീ നടത്തുന്ന കപടനാട്യങ്ങളല്ല, മറിച്ച് നിന്റെ ഉള്ളം ദൈവത്തിന് അഭിമുഖമായി വെച്ചുകൊണ്ട് നിന്റെ കുറവുകളെ പറ്റി നീ ദൈവ തിരുമനസ്സിന് മുൻപിൽ മാപ്പിനായി അപേക്ഷിക്കുമ്പോഴാണ് നിന്റെ രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകുകയെന്ന്. നീ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്ടക്കാരെ പോലെ കാണിക്കാൻ വേണ്ടി തെരുവീഥികളിൽ നിന്ന് പ്രാർത്ഥിക്കാതെ നിന്റെ രഹസ്യമായ നിന്റെ പിതാവിനോട് കഥകടച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയെന്ന്. നീ ഉപവസിക്കുമ്പോൾ മറ്റുള്ളവരുടെ മുൻപിൽ വിഷാദം നടിക്കാതെ നിന്റെ മുഖം ഏറ്റവും പ്രസന്നമായി കാണിക്കുവാനായിട്ട് നീ പരിശ്രമിക്കുക എന്ന്. അങ്ങനെ നിന്റെ പ്രാർത്ഥനയും ഉപവാസവും ദാനധർമ്മവും എല്ലാം നീയും നിന്റെ പിതാവും മാത്രമുള്ള ഇടപെടലായി മാറുവാൻ. വിളിച്ചു പറഞ്ഞുകൊണ്ട് മനുഷ്യന്റെ പ്രശംസ അല്ല നേടേണ്ടത്, മറിച്ച് നിന്റെ ദൈവം നിന്നെ എപ്രകാരം വിലയിരുത്തുന്നു. കർത്താവിനെ കാത്തിരിക്കുന്നവരെ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുമെന്ന് ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനം 31 നമ്മൾ ആവർത്തിച്ച് പറയുമ്പോൾ കർത്താവാണ് നിനക്ക് ശക്തി പകരുന്നത് എന്നൊരിക്കലും മറന്നു പോകരുത്. അങ്ങനെ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് വഴി നടത്താം. അങ്ങനെ പ്രവാചകന്മാർക്ക് ലഭിച്ച അതേ കൃപാവരം നമുക്കും ലഭിക്കുവാൻ, സ്വർഗത്തിലേക്ക് ഉയർന്നു പോയവൻ്റെ വസ്ത്രം അത് ഇത്രമാത്രം ശക്തി പ്രകടിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുനാഥൻ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവനെന്ന് പറഞ്ഞ് പങ്കുവെച്ച് നൽകിയ അവൻ്റെ തിരുശരീര രക്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ശക്തി പകർന്നു നൽകും. നമ്മുടെ പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മമെല്ലാം ദൈവത്തിന് പ്രീതികരമാകുന്ന രീതിയിൽ നീയും നിന്റെ ദൈവവും തമ്മിലുള്ള ഇടപെടലാക്കി മാറ്റാം. അങ്ങനെ അധികാരപൂർണമായ കൃപാവരം നിനക്ക് ലഭിക്കുവാൻ നീ നിന്റെ പ്രാർത്ഥനകൾ അതിനാഥനായ ദൈവത്തിൻ്റെ മുൻപിൽ സമർപ്പിക്കേണ്ടതുണ്ട്. ദൈവ തിരുമനസ്സിന് മുൻപിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ഒരു ചോദ്യമാണ്, ഏലിയയുടെ ദൈവമായ കർത്താവ് എവിടെ? നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കേണ്ട ചോദ്യമാണ്, ഏലിയയുടെ ദൈവമായ കർത്താവ് എവിടെ?
നമ്മുടെ പേര് വേണമെങ്കിലും അവിടെ ചേർത്ത് വയ്ക്കാവുന്ന രീതിയിൽ നമ്മുടെ പ്രാർത്ഥനകൾ മാറ്റണം. അങ്ങനെ നമ്മുടെ പേരിൻ്റെ കൂടെ ചേർത്ത് വയ്ക്കണം, എൻ്റെ കർത്താവായ ദൈവം എവിടെ, അത് എൻ്റെ ഹൃദയത്തിലാണെന്ന് തിരിച്ചറിയുവാൻ. ജൂൺ മാസം കർത്താവിൻ്റെ തിരുഹൃദയത്തിന് സമർപ്പിക്കപ്പെട്ട മാസം. എൻ്റെ ഉള്ളിൽ എൻ്റെ കർത്താവുണ്ട് എന്നുള്ള ബോധ്യം നമുക്ക് വളർത്തിയെടുക്കാം. അങ്ങനെ ധൈര്യസമേതം നമ്മുടെ എല്ലാ ഇടപെടലും അറിയുന്ന ദൈവത്തിൻ്റെ മുൻപിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അവൻ്റെ മുൻപിൽ പ്രണമിക്കാം. പ്രാർത്ഥനകൾ അർത്ഥപൂർണമാകട്ടെ. നമ്മുടെ പ്രാർത്ഥനകൾ എല്ലാവർക്കും അനുഗ്രഹം പകരുന്നതാകട്ടെ. ആമീൻ.